ദൈവത്തിൻ്റെ വഴി കുറ്റമറ്റതാകും. കർത്താവിൻ്റെ വചനം ശോധന ചെയ്യപ്പെട്ടതാകും. തന്നിൽ ആശ്രയിക്കുന്ന എല്ലാവരെയും താൻ സഹായിക്കും. 18-ാം സങ്കീർത്തനം 30-ാമത്തെ തിരുവചനം. ദൈവത്തിൻ്റെ വഴി കുറ്റമില്ലാത്ത വഴി, നാശമില്ലാത്ത വഴി, പിഴവുകളില്ലാത്ത വഴി, പൂർണ്ണതയുള്ള വഴി. ആ വഴിയിൽ ദൈവമക്കൾ നടക്കണം. കർത്താവിൻ്റെ വചനങ്ങൾ ശോധന ചെയ്യപ്പെട്ടവയാകുന്നു. കർത്താവ് തന്നെ പലവട്ടം എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി അതിലൊന്നും തിരുത്തപ്പെടാനില്ല. ഒരക്ഷരം കൂട്ടിച്ചേർക്കാനില്ല, ഒരക്ഷരം കുറവ് ചെയ്യാനുമില്ല. അത് പരിപൂർണതയുള്ളതാണ്. അത് എല്ലാ അർത്ഥതലങ്ങളിലും പരിപൂർണതയുള്ളതാണ്. ഈ ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും ആശ്രയിച്ചിരിക്കുന്ന എല്ലാവരെയും, ആമേൻ, എല്ലാവരെയും ദൈവം സഹായിക്കും. ഇവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നോക്കിയല്ല, ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും ആശ്രയിച്ചിരിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കും. ദൈവവചനത്തിൻ്റെ ശക്തി, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം, ദൈവവചനത്തിൻ്റെ നിലനിൽപ്പ് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അത് കുറ്റമില്ലാത്തതാണ്, അത് ശോധന ചെയ്യപ്പെട്ടതാണ്. അതിൽ ആശ്രയിക്കുന്നവർ ആര് തന്നെ ആയാലും ദൈവം അവരെ സഹായിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറേക്കര അച്ഛൻ.